പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. और भाइयों बहनों, यहाँ सैकड़ों कार्यकर्ता, 25,000 से ज्यादा कार्यकर्ता बैठे. मैं उनको याद कराने आया हूं कि हमारे सैकड़ों कार्यकर्ताओं की लेफ्ट के गुंडों ने हत्या की है. हमारे सैकड़ों कार्यकर्ताओं ने अपने जीवन का बलिदान दिया है. उनके परिवारों ने, किसी ने पति, किसी ने भाई, किसी ने बेटा गंवाया है. वो सभी का स्वप्न था केरल में एनडीए बीजेपी की सरकार बने. अब स्वप्न सच करने का समय आ गया है. जिस पार्टी को 20% वोट मिल जाए वो 35% वोट प्राप्त करने में देरी नहीं करती है. आज इस सम्मेलन में से आप सभी लोग संकल्प लेकर जाएं कि आने वाले लोकल बॉडीज के चुनाव में एनडीए 21,000 स्थानों पर लड़ेगी और 25% वोट के साथ हर बूथ में अपनी प्रेजेंस दर्ज कराएगी. ഇവിടെ ഇരിക്കുന്ന 10,000 പ്രവർത്തകരെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ ഇടതുപക്ഷം കൊന്നുതള്ളിയ നമ്മുടെ സഹോദരന്മാരെ പറ്റി. നൂറുകണക്കിന് സഹപ്രവർത്തകന്മാരെയാണ്, ധീര ബലിദാനികളെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. ഭർത്താവിനെ, മകനെ, സഹോദരനെ, സഹോദരിയെ ഒക്കെ അവരുടെ ക്രൂരത ഇല്ലാതെയാക്കി. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിക്കുക എന്നതായിരുന്നു. ഇന്ന് ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്തെ 21,000-ഓളം വരുന്ന വാർഡുകളിൽ മത്സരിക്കും. 25% വോട്ട് നേടി ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും ബിജെപി വിജയക്കൊടി പാറിക്കും. भाइयों बहनों, एलडीएफ और यूडीएफ का ट्रैक रिकॉर्ड भ्रष्टाचारी सरकारों का ट्रैक रिकॉर्ड है. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രവർത്തനം എന്നുള്ളത് അഴിമതിയുടെ മുൻകാല ചരിത്രമാണ് അവർക്കുള്ളത്. एलडीएफ में एक्सलॉजिक घोटाला, कोऑपरेटिव बैंक का घोटाला, एआई कैमरे का घोटाला, लाइफ मिशन का घोटाला, के फोन परियोजना का घोटाला, पीपीई किट का घोटाला, और अब विजयन जी चिढ़ जाते हैं, मगर मुझे तो कहना चाहिए सोने की तस्करी का घोटाला, स्टेट स्पॉन्सर सबसे बड़ा घोटाला पूरे भारत में. പ്രിയപ്പെട്ടവരെ, എൽഡിഎഫിന്റെ അഴിമതിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സഹകരണ ബാങ്ക് അഴിമതി, എക്സാലോജിക് അഴിമതി, ലൈഫ് മിഷൻ അഴിമതി, കെ ഫോൺ അഴിമതി, PPE കിറ്റ് അഴിമതി, അങ്ങനെ നൂറുകണക്കിന് അഴിമതികളാണ് ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ വിദേശത്താണെങ്കിലും ശ്രീമാൻ പിണറായി വിജയനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യം കണ്ട സംസ്ഥാന ഏതെങ്കിലും ഒരു സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള സർക്കാരിന്റെ കാർമ്മികത്വത്തിൽ നടന്ന രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയാണ് സ്വർണ്ണക്കടത്ത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. और यूडीएफ भी कोई कम नहीं है. बड़े मियाँ तो बड़े मियाँ, छोटे मियाँ भी सुभान अल्लाह. यूडीएफ को भी जब भी मौका मिला करप्शन करने में कोई कमी नहीं छोड़ी. मैं 2-3 चीज ही बताना चाहता हूं क्योंकि उनका तो वाइंडिंग अप का टाइम आ गया है. यूडीएफ जब सत्ता में थी, बार रिश्वत कांड, सोलार घोटाला, पलारीवट्टम पुल घोटाला, अनेक घोटाले यूडीएफ की सरकार ने भी किए हैं. और मोदी सरकार के 11 साल हो गए, ऑपोजिशन भी हम पर एक भी घोटाले का आरोप भी नहीं लगा पाया. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ കോൺഗ്രസുകാര്, UDF-കാര് അവരും അഴിമതിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. അവർ അഴിമതിയുടെ കാര്യത്തിൽ അടിയനുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ കാലഘട്ടത്തിലെ ചില അഴിമതികൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അവരെന്തായാലും അടച്ചുപൂട്ടാൻ പോകുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ കാലഘട്ടത്തിലാണ് ബാർക്കോഴ, സോളാർ കോഴ, പാലാരിവട്ടം പാലം അഴിമതി തുടങ്ങിയ നിരവധി അഴിമതികൾ അവരുടെ കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ 11 വർഷമായി കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ
ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. और भाइयों बहनों, मैं आज आप सबके माध्यम से केरल की जनता को कहने आया हूं, विकसित केरलम का नारा भाजपा एनडीए के अलावे संभव ही नहीं. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കൂടി ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യമായ വികസിത കേരളം സാധ്യമാകണമെങ്കിൽ BJP ഇല്ലാതെ വികസിത കേരളം സാധ്യമാകില്ല. अभी अभी हमने देखा मोदी जी ने विंझीजम बंदरगाह का लोकार्पण किया. दक्षिण एशिया की सबसे अच्छी कंटेनर हैंडलिंग तकनीक के साथ ये केरल के विकास में कंट्रीब्यूट करेगा. നാം കണ്ടു, നരേന്ദ്രമോദി വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള നിരവധി വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് ഗതിവേഗം കൂട്ടി. 4000 करोड़ से ज्यादा की केंद्रीय योजना उसी दिन लोकार्पण किया. 4000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് രാഷ്ട്രത്തിന് നരേന്ദ്രമോദി സമർപ്പിച്ചത്. जिसमें 1800 करोड़ का ड्राई डॉक शामिल है. അതിൽ 1800 കോടി രൂപയുടെ और मोदी सरकार ने ड्राई डॉक കൊച്ചിയിലെ ഡ്രൈ ഡോക്ക് പദ്ധതി 1800 കോടി രൂപയുടെ പദ്ധതി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. 65,000 करोड़ 40 नेशनल हाईवे के लिए भारतीय जनता पार्टी ने भेजा. 14 ദേശീയ പാതകൾക്കായി 65,000 കോടി രൂപയുടെ അനുമതിയാണ് മോദി സർക്കാർ നൽകിയത്. 2 वंदे भारत ट्रेनों से 11 जिलों को 11 डिस्ट्रिक्ट को जोड़ने का काम किया. 2 വന്ദേ ഭാരത് ട്രെയിനുകളിൽ കൂടി 11 ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് 2 വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിച്ചു. और 2004 में केरल का रेलवे के लिए बजट सिर्फ 372 करोड़ था, उसको बढ़ाकर 3,700 करोड़ करने का काम नरेंद्र मोदी जी ने किया है. പ്രിയപ്പെട്ടവരെ, 2004 കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന റെയിൽവേ ബജറ്റ് എന്നുള്ളത് 372 കോടി രൂപയുടേതായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ അത് വർദ്ധിപ്പിച്ചിന്ന് 3700 കോടി രൂപയുടെ റെയിൽ വികസനമാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത്. इसके अलावे 3,000 करोड़ 100% इलेक्ट्रिफिकेशन रेलवे का इसके लिए हमने किया. 100% റെയിൽ ലൈനുകൾ വൈദ്യുതീകരിക്കുന്നതിന് 3000 കോടി രൂപ ഇത് കൂടാതെ അനുവദിച്ചിട്ടുണ്ട്. बहुत लंबी सूची है. कांग्रेस सरकार से अनेक गुना पैसा नरेंद्र मोदी जी ने केरल के विकास के लिए भेजा है. इसका पूरा लिस्ट आना पाई का हिसाब मैं आज भाजपा कार्यालय से प्रेस नोट के माध्यम से सार्वजनिक करूंगा. ഇവിടെ വലിയ പട്ടികയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന കാര്യത്തിൽ പറയാനുള്ളത്. UPA സർക്കാരിന്റെ കാര്യത്തേക്കാൾ പല മടങ്ങ്, UPA സർക്കാരിന്റെ കാലത്തേക്കാൾ പല മടങ്ങ് കോടി രൂപയുടെ വികസനമാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിനായി തന്നിട്ടുള്ളത്. ഇതിന്റെ അണ പൈസ മുറിയാതെയുള്ള കണക്ക്, കൃത്യമായ കണക്ക് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് വഴി നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചു തരുന്നതാണ്. भाइयों बहनों, इस सब के साथ साथ मोदी जी ने सालों से पेंडिंग देश के कई उलझे हुए सवालों का जवाब लाने का काम किया है. ഇതിനോടൊപ്പം തന്നെ ഈ രാജ്യത്ത് മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾക്ക് നരേന്ദ്രമോദി സർക്കാർ ജീവൻ നൽകി. मुझे जरा हाँ ना में जवाब दीजिएगा. നിങ്ങൾ